രാജ്യത്തെ നടുക്കിയ കൊല്ലം പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകളുടെ രക്തസാക്ഷിയാണ് തിരുവനന്തപുരം കഴക്കൂട്ടത്തെ എം കണ്ണൻ. കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങൾക്കൊപ്പം മോർച്ചറി വരാന്തയിൽ നിന്ന് ജീവിതത്തിലേക്ക് മടങ്ങി വന്ന ആ മനുഷ്യനെ ആരും മറന്നു കാണില്ല. എന്നാൽ ദേവസ്വം ബോർഡിൽ സ്ഥിരം ജോലി എന്ന വാഗ്ദാനം ഒരിക്കലും പാലിക്കപ്പെട്ടില്ല. പുറ്റിങ്ങൽ ദേവീക്ഷേത്രത്തിൽ കമ്പമാശാനായ സുരേന്ദ്രനൊപ്പം സഹായിയായി പോയതാണ് കണ്ണൻ. പുലർച്ചെ 3 മണിക്ക് വെടിക്കെട്ട് ദുരന്തം നാടിനെ വിറപ്പിച്ചു. ഉഗ്രസ്ഫോടനത്തിൽ ദൂരേക്ക് തെറിച്ചു വീണ കണ്ണനെ മരിച്ചെന്ന് കരുതി മറ്റ് മൃതദേഹങ്ങൾക്കൊപ്പം മോർച്ചറിയിലേക്ക് മാറ്റി. അവിടെ നിന്നായിരുന്നു കണ്ണന്റെ പുനർജന്മം. കഷ്ടിച്ച് രക്ഷപ്പെട്ടു. കമ്പപുരയിൽ രക്ഷപ്പെട്ട ഏക വ്യക്തി എന്ന് വേണം ഞാൻ പറയാം. കാര്യം 40 മീറ്റർ ചുറ്റാകെ തീപിടിച്ചു, എല്ലാവരും വെന്ത് മരിച്ചു. ഡോക്ടർ പരിശോധിച്ചതിൽ മരിച്ചു എന്ന് കൺഫേം ചെയ്ത് നേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മോർച്ചറിയിൽ കിടത്തി. അപ്പോൾ അതുവഴി വന്ന ഒരു നഴ്സാണ് എൻ്റെ കൈ അനങ്ങുന്നതുകൊണ്ട് ഇവിടെ ഇതുവഴി കൈ കൂടെ ബ്ലഡ് വരുന്നതുകൊണ്ട് സംശയം തോന്നി. അവർ കൈ ചെക്ക് ചെയ്തപ്പം ആണ് ജീവൻ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ നിന്ന് നേരെ ICUയിൽ 3 മാസത്തോളം ICUയിലും പിന്നെ എൻ്റെ ശരീരത്തു നിന്ന് ഒരു 102 പീസ് കല്ലും 2 കമ്പി കഷ്ണവും ഒരു പച്ച പട്ടിയിലും കൂടെ എടുത്തു. അതെല്ലാം തറഞ്ഞു കയറിയിരുന്നു. 45% പൊള്ളലുകയറ്റ്. കഴക്കൂട്ടം മഹാദേവ ക്ഷേത്രത്തിൽ തൂപ്പ് ജോലിക്കാരനായിരുന്ന കണ്ണന് ദേവസ്വം ബോർഡിൽ സ്ഥിരം ജോലി നൽകാമെന്ന് അന്നത്തെ പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രിയും സ്ഥിരം നിയമനം നൽകാമെന്ന ഉറപ്പ് നൽകി. അപകടവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഞങ്ങൾ സഹായിക്കുന്നതാണ് എന്നും പറഞ്ഞുകൊണ്ട് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതനുസരിച്ച് ഞാൻ കഴക്കൂട്ടത്ത് മഹാദേവ ക്ഷേത്രത്തിലെ സബ്ഗ്രൂപ്പ് ഓഫീസർക്ക് അപേക്ഷ കൊടുക്കുകയും അദ്ദേഹം അത് മേലോട്ട് ഫോർവേഡ് ചെയ്തു. നാളിതുവരെ 5 വർഷമായിട്ടും ആ അപേക്ഷ ആരും പരിഗണിച്ചില്ല. സ്ഥിരം നിയമനം നൽകണമെന്നായിരുന്നു അന്ന് പ്രയാർ ഗോപാലകൃഷ്ണൻ സാർ പറഞ്ഞത്. ഈ 5 വർഷവും ഈ കാലിൽ ചെരുപ്പ് പോലും ഇടാൻ പറ്റാതെ വെയിലത്ത് കയറി ഇറങ്ങി ജോലി വാഗ്ദാനമല്ലാതെ ആരും സഹായിച്ചില്ല. പിന്നെയാണ് നേരെ ഞാൻ മുഖ്യമന്ത്രി ചെന്ന് കണ്ടത്. മുഖ്യമന്ത്രി ഉടൻ തന്നെ ഒരാഴ്ചക്കകത്ത് ഞാൻ ജോലി ചെയ്ത അതേ സ്ഥലത്ത് തന്നെ കഴക്കൂട്ടം മഹാദേവ ക്ഷേത്രത്തിൽ ഡെയിലി വൈസായിട്ട് ഇപ്പോൾ കയറി. പക്ഷേ അദ്ദേഹം ഒരു വാക്കും കൂടെ പറഞ്ഞിരുന്നു, 2 വർഷം കഴിഞ്ഞ ഉടൻ തന്നെ സ്ഥിര നിയമനവും കൂടെ കിട്ടുമെന്ന്. പക്ഷേ നാളിതുവരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അത് അംഗീകരിച്ചില്ല. ദുരന്തഭൂമിയിലെ അതിജീവനത്തിനപ്പുറം കണ്ണന്റെ ജീവിതം ഇപ്പോഴും ഇരുട്ടിലാണ്. ജീവിത പ്രാരാബ്ദവും ശാരീരിക അവശതകളും വിട്ടൊഴിയുന്നില്ല. ഈ ഒരു കൈക്ക് ബലക്കുറവുണ്ട്, പിന്നെ ചെരുപ്പിടാൻ പറ്റത്തില്ല, ഒരു ഇടയ്ക്കിടയ്ക്ക് മറവിയുണ്ട്, ഹെൽമറ്റ് അധികം നേരം വയ്ക്കാൻ പറ്റത്തില്ല. അമ്മ മരണമായിട്ട് ഇപ്പോൾ 1 വർഷമേ ഉള്ളൂ. അതിൻ്റെ ഷോക്കിൽ അച്ഛൻ ഇപ്പോൾ കിടപ്പിലാണ്. ഗുളികയുടെ ചിലവും പിന്നെ വീട്ടിൻ്റെ വാടക ചിലവും പിന്നെ ഇപ്പം പുറ്റിങ്ങൽ കേസിൻ്റെ ഒരു ചിലവുമായിട്ട് ഇങ്ങനെ അഡ്വക്കേറ്റിനൊക്കെ പൈസ കൊടുക്കണം. ജീവിതം മുന്നോട്ട് പോകാൻ സ്ഥിരമായൊരു കൈത്താങ്ങിനായി ഇന്നും കണ്ണൻ കാത്തിരിക്കുന്നു. MG പ്രതീഷ്, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.